ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു ബലക്കുറവുണ്ടാവുക, തരിപ്പുണ്ടാവുക, പെരുപ്പുണ്ടാവുക, ചിലപ്പോൾ മുഖത്തിനൊരു കോട്ടലുണ്ടാകുക, അതുപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, നടക്കുമ്പോൾ വേച്ച് പോവുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് പോകുക, നടക്കുമ്പോൾ കാലുകൾ വലിച്ചു വെച്ച് നടക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വേച്ച് പോവുക, വീഴാൻ തുടങ്ങുക, ഇരുന്നിടത്തു നിന്ന് എണീക്കുമ്പോൾ വേച്ച് പോവുക, കടുത്ത തലവേദന, അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നുക, കണ്ണുകൾ നമ്മുടെ കാഴ്ച രണ്ടായി കാണുക, ഒരു കാഴ്ചയ്ക്കപ്പുറം രണ്ടായി കാണുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മളെ സ്ട്രോക്കിലേക്ക് നയിക്കുന്നതായിരിക്കാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം. ഈ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടാകുന്ന ഈ പക്ഷാഘാതത്തിന് കാരണമാകുന്ന രക്തക്കൊഴലുകൾക്കുണ്ടാകുന്ന ബ്ലോക്കിനെയോ അല്ലെങ്കിൽ രക്തത്തിൻ്റെ ക്ലോട്ടിങ്ങിനെയോ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷാഘാതം അതിൻ്റെ തരം ഏതായാലും ആദ്യ അവസ്ഥയിൽ തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ വൈദ്യസഹായം തേടുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും നമ്മൾ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സ്ട്രോക്കിന് വേണ്ടിയുള്ള പ്രത്യേക വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. സ്ട്രോക്ക് വന്നതുകൊണ്ട് ഇനി ജീവിതത്തിൽ മറ്റൊന്നും സാധ്യമല്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇതൊരു അഭയകേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായും ശ്രീരുദ്രയിലേക്ക് വിളിക്കാം. ശ്രീരുദ്ര ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആലപ്പുഴ കൈതവനയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു NABH അക്രഡിറ്റഡ് ISO അംഗീകൃത ആയുർവേദ സ്ഥാപനമാണ്.